വിഷയം ഏതായാലും മനുഷ്യ മനസ്സിനെ ആഴത്തിൽ സ്വാധീനിക്കുന്ന തരത്തിലായിരുന്നു ബാലാമണിയമ്മയുടെ എഴുത്തുകൾ. വളരെ ലളിതവും പ്രസന്നവുമായ ശൈലി. ഇതിഹാസങ്ങളെപ്പോലും പുതിയ കാലത്തിന്റെ രീതിയിൽ അവർ കവിതകളിലൂടെ വ്യാഖ്യാനിച്ചു. പ്രകൃതിയെ പാട്ടിലാക്കിയ സിദ്ധൻ പത്മഭൂഷൺ, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ആശാൻ പ്രൈസ്, ലളിതാംബിക അന്തർജനം അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, അങ്ങനെ ബാലാമണിയമ്മയെ തേടിയെത്താത്ത പുരസ്കാരങ്ങൾ കുറവാണ്. സാധാരണ അങ്ങനെ ഒരു കഥ പറയുക അങ്ങനെയല്ല. അത് അമ്മ എഴുതിയ എല്ലാ സാധനത്തിൻ്റെയും ഉള്ളിലൊരു സാധനം ഉണ്ടാവും. അത് കുറച്ച് എല്ലാവർക്കും മനസ്സിലായി എന്ന് വരില്ല. അത് വായിച്ച് നോക്കുമ്പോൾ നമ്മൾ അന്വേഷിച്ച് ഉണ്ടാക്കണം. അപ്പോൾ 5 വേട്ടക്കാർ പോയി അമ്മ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പഞ്ചേന്ദ്രിയങ്ങളാവും. ആര്യാവർത്തത്തിലുടനീളം തിരഞ്ഞു നടന്നിട്ടും ഹിമശുഭ്രാശ്വങ്ങളെ എനിക്കീ കുതിരകളെന്തിനാണ്? ഞാൻ പോയി കഴിഞ്ഞാൽ ഈ വിശ്വസംസ്കാര നദീതടത്തിൽ, വിശ്വസംസ്കാരത്തിൻ്റെതായ നദിയുടെ മണ്ണിൽ എൻ്റെ വാക്കുകൾ പ്രേതബലിയിട്ട പുന്നെല്ലരി പോലെ ഇങ്ങനെ ചെതറിക്കിടക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവസാന കാലത്ത് 5 വർഷത്തോളം കാലം അൽഷിമേഴ്സ് രോഗത്തിന്റെ പിടിയിലായിരുന്നു ബാലാമണിയമ്മ. 9 വർഷങ്ങൾക്ക് മുൻപ് ഒരു സെപ്റ്റംബർ 29-ന് അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു. വിജ്ഞരാം ഗൃഹികളിലൂടെ താൻ വളരുന്നു വിശ്വസംസ്കൃതി, ഞങ്ങളടിവേരുകൾ മാത്രം. വിജ്ഞരാം ഗൃഹികളിലൂടെ താൻ വളരുന്നു. ഫോർ വിമൻ പെണ്ണനുഭവങ്ങളെ പറയുന്ന ഒരു ചിത്രമാണ്. ഇതിൻ്റെ പ്രത്യേകത ഒരു പെണ്ണ് തന്നെ പെണ്ണിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് പുരുഷ ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് പ്രദർശിപ്പിച്ച ഫോർ വിമൻ എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഇനി. പെണ്ണനുഭവങ്ങളാണ് ഈ സിനിമ പങ്കുവയ്ക്കുന്നത്. ഫോർ വിമൻ എന്ന് പറയുന്ന ചിത്രം ആൺലോകത്തോട്, ആണനുഭവങ്ങൾ മാത്രം അറിയുന്ന ആൺലോകത്തോട് പെണ്ണനുഭവങ്ങൾ പറയുന്ന ഒരു ചിത്രമാണ്. ഇതിൽ പറയുന്ന ഒരനുഭവവും ആണിന് യഥാർത്ഥമായ രീതിയിൽ അറിയില്ല. അവർ വിചാരിക്കുന്ന അവരുടെ ചില തെറ്റിദ്ധാരണകളാണ്. ഈ ഇന്ന രീതിയിലാണ് സ്ത്രീ എന്ന് പറയുന്നത് ഇന്നതാണെന്നുള്ള തെറ്റിദ്ധാരണ. I have read about him, about his loneliness, his old age, and I just decided to go to him. ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് പ്രണയപൂർവം എന്ന് പറഞ്ഞിട്ട് സാഗ ഓഫ് മൈ ഗ്രാൻഡ് പാ എന്ന് പറയുന്ന ചിത്രം. അത് പുനത്തിൽ കുഞ്ഞബ്ദുള്ള എന്ന മലയാളത്തിലെ വിഖ്യാത സാഹിത്യകാരൻ്റെ വാർദ്ധക്യം കാണിച്ചിരുന്ന മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വായിക്കുന്ന ഒരു പെൺകുട്ടി, അദ്ദേഹം മരണം ആഗ്രഹിക്കുന്നു എന്നത് വായിക്കുമ്പോൾ അവൾക്കുണ്ടാകുന്ന ഒരു തോന്നലാണ് അദ്ദേഹത്തിനെ ഒന്ന് കാണാൻ പോകാൻ വേണ്ടിയിട്ട്. ഈ പുനത്തിലായി തന്നെ ഈ ചിത്രത്തിലുണ്ട്. Such place many times, and I was so happy that I could be with him. The waves talked. The waves were talking to him. We just walked towards the sea. The waves kissed
The waves kissed my grandpa, and I could see his footprints. രണ്ടാമത്തെ ചിത്രം വിശുദ്ധ എന്ന് പറയുന്ന ചിത്രം വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് കാണിക്കുന്നത്. സ്ത്രീയുടെ റേപ്പ്, സ്ത്രീ റേപ്പ് ചെയ്യപ്പെടുന്നു. കാമുകൻ്റെ ഫോൺ കോൾ വരുമ്പോൾ ഒരുങ്ങുക, അവസാനിക്കാത്ത ഒരുക്കമാണ്. ലിപ്സ്റ്റിക് ഇടുന്നു, സാരി ഉടുക്കുന്നു, ഒന്നുകൂടി കണ്ണാടി നോക്കുന്നു, പിന്നെയും ഒരുങ്ങുന്നു. ഒരുങ്ങി അവസാനം കാമുകനെ കാണാനായി ബീച്ചിലേക്ക് പോകുന്നു. ബീച്ചിലെത്തുമ്പോൾ കാമുകൻ വന്നിട്ടില്ല. അവൾ കാമുകനെ കാത്തിരിക്കുന്നു. ഒരു പെണ്ണ് ജീവിതത്തിലുടനീളം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അവൾ അവിടെ ചെയ്യുന്നു, കാത്തിരിക്കുന്നു. കാത്തിരിക്കെ വരുന്ന 2 പുരുഷന്മാർ ചേർന്ന് ഇവളെ മൃഗീയമായി റേപ്പ് ചെയ്യുന്നു. ഇതിൽ ഞാൻ സംവിധാനം ചെയ്തിരിക്കുന്ന സിനിമ 7 Days എന്ന് പറയുന്ന 7 ദിനങ്ങൾ എന്ന് പറയുന്ന സിനിമയാണ്. 7 ദിനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് കാര്യം എന്നുള്ളത് പെണ്ണുങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. പീരീഡ്സിൻ്റെ 7 ദിവസങ്ങളാണ്. പീരീഡ്സ് എന്ന് പറയുന്നത് എനിക്കറിയില്ല, ഒരു പുരുഷലോകത്തിൻ്റെ കാഴ്ചയിൽ എന്താണ് പീരീഡ്സ്. ഞാൻ സംസാരിച്ചിട്ടുള്ള ആളുകളോട് ഞാൻ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവരുടെ അടുത്തുണ്ടായിട്ടുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ വിചിത്രമാണ്. അതായത് അവർക്ക് അവൈലബിൾ അല്ലാത്ത 7 ദിവസം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് അവരുടെ ധാരണ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിലപ്പുറത്തേക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അവർ കണ്ടിട്ടില്ല. ഡാഡി വന്നില്ല. ഹലോ, എവിടെ എത്തി? ഭക്ഷണം കഴിച്ചോ നിങ്ങൾ അന്വേഷിക്കണ്ട, എവിടെ എത്തിയെന്ന് പറ. ഞാൻ കുറെ കേട്ടതല്ലേ നിങ്ങളുടെ നേരത്തെ വരല്. കുട്ടികൾ അന്വേഷിക്കുന്നുണ്ടേ, വേഗം വാ. ശരി. ഡയറക്ഷനും സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും ഒക്കെ മറ്റൊരാൾ ചെയ്തിട്ടുള്ള ചിത്രമാണ് മിസ്റ്റിക് ബൗണ്ടറീസ് അഥവാ മാന്ത്രിക അതിരുകൾ. അപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് 2 സ്വർണ്ണ മത്സ്യങ്ങളെ, 2 പെൺ മത്സ്യങ്ങളെ ഒരു അക്വേറിയത്തിലിട്ടാൽ കുറച്ച് ദിവസം കൊണ്ട് അതിലൊരു മത്സ്യം പെണ്ണ് എന്നുള്ളത് മാറി ആണായി മാറും അത്രേ. ഇങ്ങനെ ഒരു ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ബേസിൽ സലീം ചേനം എന്ന് പറയുന്ന കവി എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റാണ് ഈ മിസ്റ്റിക് ബൗണ്ടറീസ് അഥവാ മാന്ത്രിക അതിരുകൾ എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് പെണ്ണിൻ്റെ കാത്തിരിപ്പാണ്. പെണ്ണ് തുടക്കം മുതൽ ഒടുക്കം വരെ കാത്തിരിക്കുക ചെയ്യുന്നത്. ഹലോ, ആ മോളെ ഗായത്രി, എവിടെയാ? ട്രെയിൻ കിട്ടിയോ? സീറ്റ് കിട്ടിയോ? ആ ആ ആ അടുത്ത ആരാന്നൊക്കെ നോക്കണേ, ട്രെയിനാണേ, സൂക്ഷിക്കണം. അച്ഛനോ? അയാൾ പുറത്താ. നീ വന്നിട്ട് വേണം എനിക്ക് പോവാൻ. കുട്ടികൾ വരണ സമയമായേ. അതെ അതെ. ആ ഓക്കെ, ടേക്ക് കെയർ. ഇത് ഗായത്രി മോനെ. ഞാൻ അമ്മയോട് പറഞ്ഞ ട്രെയിനിലാണ്. ഇതിലുള്ള 9 ക്യാരക്ടേഴ്സിനും ഞാൻ തന്നെയാണ് ജീവൻ നൽകിയിരിക്കുന്നത്, ശബ്ദം നൽകിയിരിക്കുന്നത്. അതിൻ്റെ കാരണം കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയും ഒരു സ്ത്രീ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു രീതി എൻ്റെ ചിത്രങ്ങൾക്ക് വേണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ്. ഹലോ ഹലോ പറ. നീ എന്നെ വിളിക്കേണ്ട കാര്യമില്ല. എനിക്കിപ്പോ പ്രണയം പറയാനുള്ള മൂടല്ല. ഇതിൽ ക്യാമറ ചെയ്തിട്ടുള്ളത് ഹരിഹർ ദാസ് ആണ്. അതുപോലെ രാജേഷ് തില്ലങ്കേരി എന്ന് പറയുന്ന പത്രപ്രവർത്തകനാണ് ഇതിൻ്റെ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. നമുക്ക് സഹായിയായിട്ട് അന്ന് ദേവി അജിത്ത് എന്ന ഫിലിം സ്റ്റാർ ദേവി അജിത്ത് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിര എന്ന് വിളിക്കുന്ന നമ്മുടെ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. ഇത്രയും പേരാണ് ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക.